നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്കായി സ്കിൽമ സമ്മർ ക്യാമ്പും സർട്ടിഫിക്കറ്റ് വിതരണവും സംഘടിപ്പിച്ചു. പ്രമുഖ വ്യക്തിത്വ വികസന സംഘടനയായ JCI തിരൂരും കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ തിരൂരിലെ പഠന കേന്ദ്രമായ IHT കോളേജും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി സ്കിൽമ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരൂർ നൂർലേക്കിൽ വെച്ച് നടന്ന ആവേശകരമായ ക്യാമ്പ് തിരൂർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നസീർ തിരൂർക്കാട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നേതൃപാഠവും ലീഡർഷിപ്പ്, ജീവിത നൈപുണ്യങ്ങളും ലൈഫ് സ്കിൽസ് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് തിരൂർ പഠന കേന്ദ്രത്തിൽ അവധിക്കാല കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായാണ് ഈ പ്രത്യേക പരിശീലനം ഒരുക്കിയത്. JCI തിരൂർ പ്രസിഡന്റ് അഷ്റഫ് ചേലാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ പരിശീലകൻ റിഫാസ് സലീസ് ക്യാമ്പിന് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനത്തിനും ഭാവി രൂപീകരണത്തിനും സഹായിക്കുന്ന വൈവിധ്യമാർന്ന സെഷനുകൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. ചടങ്ങിൽ വെച്ച് നാറ്റ്ഡെമി സഹകരിച്ച് നടത്തിയ ബ്ലോഗർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു. കൂടാതെ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കുമുള്ള സ്കൂൾ ബാഗുകളുടെ വിതരണവും ഇതോടൊപ്പം നടന്നു. ചടങ്ങിൽ IHT കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ, ഷാജിദ് പൂക്കയിൽ, ഹനീഫ് ബാബു, അസീസുൽ ഹഖ്, അൻവർ കൂട്ടായി, സലാം KK എന്നിവരും അധ്യാപകരായ ഫർഹ, രചന, സുഫേറ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ സർഗാത്മക കഴിവുകളെ ഉണർത്തുന്നതിനും പുതിയ അധ്യയന വർഷത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനും ക്യാമ്പ് ഏറെ സഹായകരമായതായി സംഘാടകർ അറിയിച്ചു. ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്ന് ലോകം ആഗ്രഹിക്കുന്നത് നമ്മുടെ മാൻ പവേഴ്സ് ആണ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഓരോ രാജ്യങ്ങൾക്കും ഓരോ അസറ്റ് ഉണ്ട്. എന്തായാലും യുവജന ശക്തിയാണ് ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ നിങ്ങളെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെ പോലത്തെയുള്ള പഠന കേന്ദ്രങ്ങൾ, ഞങ്ങൾ കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തിരൂരത്തെ ഫ്രാഞ്ചൈസിയാണ്, ട്രെയിനിങ് സെന്ററാണ് IHT എന്ന് പറയുന്നത്. ഈ IHT കോളേജിൽ 2 മാസത്തെ വിവിധ കോഴ്സുകളിലേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ പരിപാടി തുടങ്ങുന്ന സമയം തൊട്ട് ഇവിടെ നിങ്ങളെ വീക്ഷിക്കുകയായിരുന്നു. ആദ്യം എല്ലാവരും വന്നു. നിങ്ങൾക്ക് പേര് പറയാൻ മടിയായിരുന്നു, എഴുന്നേൽക്കാൻ മടിയായിരുന്നു, ഇഷ്ടപ്പെട്ട സ്ഥലം അറിയാത്തവരുണ്ടായിരുന്നു, പരിപാടിക്ക് വേണ്ടി സ്ഥലത്തെ ഇഷ്ടപ്പെട്ടവരുണ്ടായിരുന്നു. എന്നാലും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വന്നതിനേക്കാൾ കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് ഓരോരോ പരിപാടികളിൽ നിങ്ങൾ എൻഗേജ് ആയി. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളാണ് നമ്മുടെ നാടിനെ നയിക്കേണ്ട ആളുകൾ, നമ്മുടെ രാജ്യത്തെ നയിക്കേണ്ട ആളുകൾ ഇതുപോലുള്ള ചെറുപ്പക്കാരാണ്. അതിന് വിഘാതമായിട്ടാണ് ഇന്ന് പല ലഹരിയുടെ ഉപയോഗത്തിലും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതലായിട്ട് ലഹരിയുടെ ഉപയോഗം കാണുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അതിൽ പെട്ടിട്ടില്ല എന്നറിയാം. എന്നിരുന്നാലും ഇത്തരം ചെറുപ്പക്കാരെ നമ്മൾ ലഹരിക്ക് പിടിക്കുന്ന സമയത്ത് അവർക്കൊക്കെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. അതായത് ഈ ലഹരി MDMA ആണെങ്കിലും മറ്റുള്ള ലഹരി വസ്തുക്കളാണെങ്കിലും അത് ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പൗരുഷാവുള്ളൂ, അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആവുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അറിയാതെ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങ് സംഗതിയെ പിടിക്കപ്പെട്ടു. പക്ഷെ അതിലുണ്ടാവുന്ന ചെറിയൊരു പാഠം, അതായത് നിങ്ങളെ സുഹൃത്തുക്കൾ, നിങ്ങൾ എങ്ങോട്ടേലും യാത്ര പോവുകയാണെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് കയറ്റുകയാണെങ്കിലും ഏതൊരാണെങ്കിലും നിങ്ങളെ സുഹൃത്തുക്കൾ ആരാണ് എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണേ. അതല്ലാതെ നമ്മൾ എല്ലാ ആളുകളെയും കൂടി ഒന്നിച്ച് യാത്ര പോയി അതല്ലെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇടപെടുമ്പോൾ അത്തരം ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഈ പ്രായക്കാർ +2, 10ാം ക്ലാസ്, ഡിഗ്രി തുടക്കത്തിലുള്ള ആളുകളൊക്കെയാണ് ഇത്തരം മാഫിയകൾ പിടിമുറുക്കുന്നത്. എന്തായാലും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ യുവതലമുറയോട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട്. പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. കാരണം നല്ല പ്രയാസമായിരുന്നു പഠിക്കാനും മാർക്ക് മേടിച്ചെടുക്കാനൊക്കെ നല്ല പ്രയാസമായിരുന്നു. കാരണം ആ സമയത്ത് വളരെ അപൂർവമായിട്ട് കുറെ റാങ്കും അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സും ഇതൊക്കെ കിട്ടുന്നത്. അതിലേറ്റവും സന്തോഷം തോന്നുന്നത് ഇതിന്റെ ഉദ്ഘാടകരും മറ്റു ആമുഖ പ്രസംഗമായിട്ട് ഷമീർ സാറും പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കുട്ടികളെ മാത്രമായിട്ടുമല്ല, കൂടുതൽ സമയവും തല താഴ്ത്തിയിരുന്ന് മൊബൈലിലേക്ക് നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു അവസരത്തിൽ ആ മൊബൈലിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതില് സമൂഹത്തോട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതിലൂടെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും കൂടുതൽ
ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായോ സമൂഹത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ ആദ്യം അവര് സ്വായത്തമാക്കേണ്ടത്. ഒരു സദസ്സിന് മുൻപാകെ എണീറ്റ് നിന്നിട്ട് ആ കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഒരു വാതായനം തുറന്നിടുക എന്നത് മാത്രമാണ്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിലെ നമ്മുടെ കൂടെ സഹകരിക്കുന്ന സമീർ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് പുറത്തെടുത്തത് കേരളം മൊത്തം ആഘോഷിച്ചു. അതായത് ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ആ സിനിമ പരാജയപ്പെട്ട സിനിമയിൽ ഒരൊറ്റ പാട്ട് കൊണ്ട് വൈറലായി ആ സിനിമ വീണ്ടും അതിൻ്റെ രണ്ടാം ഭാഗം വന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയത് നമ്മുടെ ഇടയിലുള്ള തിരൂരിലുള്ള സമീർ സാറിൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള അഫ്സൽ എന്നൊരു സിംഗർ വാഴ എന്നൊരു സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ നമുക്ക് എന്തൊക്കെ മേഖലയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽപ്പെട്ട തിരൂരിലും മലപ്പുറത്തൊക്കെയുള്ള കുട്ടികളാണ് നക്ഷത്രങ്ങളെ കുറിച്ച് പഠനം, അതുപോലെ പല മേഖലയിലൊക്കെ വളരെ ഉന്നതിയിലെത്തി ലോകത്ത് തെളിയിച്ച് കാണിച്ചു. നസീർ സാറെ കുറിച്ച് പറയാൻ എനിക്ക് കുറച്ചുണ്ട്. അതിനുവേണ്ടി ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അദ്ദേഹം തീരദേശ മേഖലകളിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ട് ഫുട്ബോൾ ടൂർണമെന്റുകൾ, വോളിബോൾ ടൂർണമെന്റുകൾ, മറ്റു കമ്മിറ്റികൾ, ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുക. ജനങ്ങളിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ നന്മകൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു എസ് ഐ, അല്ലാതെ നമ്മൾ തിന്മകൾക്ക് ആരും കൂട്ടുനിൽക്കില്ല. അപ്പൊ അങ്ങനെ ഒരു എസ് ഐ ആണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള എസ് ഐമാർ നമ്മുടെ സമൂഹത്തിന് മാതൃകയാണ്. ഞങ്ങൾ ഈ ഉദ്ഘാടന പരിപാടിക്ക് വന്ന് ഒഫീഷ്യലായിട്ട് നന്ദി പറയാൻ നമ്മുടെ സെക്രട്ടറി ഉണ്ട്. എന്നാൽ പോലും ഈ അവസരം നന്ദിയിൽ പ്രത്യേകമായി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ താരങ്ങളായാലും മറ്റു കായിക പ്രതിഭകളെ വളർത്തുന്നതിന് വേണ്ടിയായാലും എല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ നാട് അനുഭവിച്ചറിഞ്ഞതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഉയരങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി ധന്യമാക്കിയ അദ്ദേഹത്തിന് തിരൂർ JCയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മെഡിസിൻ, ഒരു വൈൽഡ് ഗസ് നിങ്ങൾ നടത്തണേ, ഒരു മെഡിസിൻ അതൊരു ഗുളികയായിട്ട് അല്ലെങ്കിൽ ഒരു സിറപ്പായിട്ട് വരാൻ എത്ര വർഷം എടുക്കും? എനിക്ക് എത്ര വർഷം എടുക്കും? 10 അല്ലെ? 10 years. ആ ഒരു മോൾക്ക് ഒരു കൈയ്യടി കൊടുത്താണ്. 10 വർഷമാണ് ആക്ച്വലി ഒരു മെഡിസിൻ റിസർച്ച് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് വരാൻ. പക്ഷെ AI വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു നല്ല കിഡിലൻ മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും. മീഡിയ ന്യൂസ്.